ഹമാരെ യേ കലാമന്ദിർ ഈ ചാപ്റ്ററിന്റെ എക്സസൈസ് പോർഷൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ബാത്ചീത് കേലിയെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടേതായിട്ടുള്ള ആൻസർ വേണം നിങ്ങൾ കൊടുക്കാൻ. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. आपकी छुट्टियां कब कब होती है? आप छुट्टियों में कहां कहां जाते हैं? നിങ്ങൾക്ക് സ്കൂൾ ഹോളിഡേയ്സ് ഒക്കെ എപ്പോഴാണ് ഉണ്ടാവാറ്? അങ്ങനെ ഹോളിഡേയ്സ് വരുന്ന സമയത്ത് നിങ്ങൾ എവിടെയൊക്കെയാണ് പോവാറ്? അപ്പൊ ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവും ഓരോ തരത്തിലായിരിക്കും. അപ്പൊ അത് സ്വന്തമായിട്ട് തന്നെ എഴുതാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മേരി ചുട്ടിയാ ഗർമി സർദി और പൂജ के समय होती है. അങ്ങനെയല്ലേ നിങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടാവാറ്? സമ്മർ ഹോളിഡേയ്സ്, വിന്റർ ഹോളിഡേയ്സും പൂജ ഹോളിഡേയ്സും. छुट्टियों में मैं अपने रिश्तेदारों से मिलने जाता है और जाती है. നിങ്ങളൊരു ഗേൾ ആണെ ജാത്തി എന്ന് എഴുതണം, ബോയ് ആണെ ജാത്ത എന്ന് എഴുതണം. जाता और जाती हूँ या घूमने के लिए यात्रा पर जाती हूँ. ഒന്നുകിൽ റിലേറ്റീവ്സിനെയൊക്കെ കാണാൻ അവരുടെ വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ട്രിപ്പ് ഒക്കെ പോകും. യാത്ര पर जाती हूँ. नेक्स्ट क्वेश्चन. अजंता और एल्लोरा की गुफाओं के भीतर दीवारों पर अत्यंत सुंदर चित्र बने थे. आपके घर और घर के आसपास कौन कौन से चित्र बने या लगे हैं? അതായത് നമ്മളിപ്പോ മനസ്സിലാക്കി അജന്ത എല്ലോറയിലുള്ള ഗുഹകളുടെ ഉള്ളിലൊക്കെ അത്യന്തം സുന്ദരമായ പല പല ചിത്രങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള വാളിലോ അല്ലെങ്കിൽ പരിസരത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിലോ ഒക്കെ എങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത്? അപ്പൊ നിങ്ങളുടെ സ്കൂളിലെ വാളുകളിലൊക്കെ പലതരം ചിത്രങ്ങൾ ഉണ്ടാകും, വീട്ടില് പലതരം പെയിന്റിങ്ങുകൾ തൂക്കിയിട്ടിട്ടുണ്ടാകും അല്ലെ? അപ്പൊ അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാം. മേരെ ഘർ മേ ഭഗവാൻ കെ ചിത്ര, ഗോഡിന്റെ ഫോട്ടോ ഉണ്ട്. ആസ്പാസ് ദിവാരോ പർ സുന്ദർ പെയിന്റിംഗ് ബനി ഹെ. ഇതൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. പക്ഷെ നിങ്ങളുടെ അവിടെയൊക്കെ എന്ത് പിക്ചേഴ്സ് ആണോ ഉള്ളത് അത് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം. ഭഗവാൻ കെ ചിത്ര, ദിവാർ പെയിന്റിംഗ്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ പെയിന്റിംഗ് ആണ് അതിന്റെയൊക്കെ ലിസ്റ്റ് ജസ്റ്റ് നെയിം മാത്രം എഴുതിയിട്ട് പോലും പോകാം. അടുത്തത് എന്താണ്? आपके घर में कौन कौन और कहां कहां ചിത്രകാരി करते हैं? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നത്? അവർ എവിടെയൊക്കെയാണ് അല്ലെ എന്തിലൊക്കെയാണ് ചിത്രം വരയ്ക്കുന്നത്? जैसे कागज पर, പേപ്പറിലോ, धरती पर ഭൂമിയിലോ, दीवारों पर वॉളിലോ, मिट्टी की वस्तुओं पर, कपड़ों पर ആദി. ഇതില് എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ എവിടെയൊക്കെയാണ് വരയ്ക്കുന്നത്, ആരൊക്കെയാണ് വരയ്ക്കുന്നത് എന്ന് എഴുതാം. നിങ്ങൾ തന്നെ നല്ലൊരു പെയിന്റർ ആയിരിക്കാം, ഞാൻ വരയ്ക്കും എന്ന് എഴുതാം. നിങ്ങൾ ക്യാൻവാസിൽ വരയ്ക്കും, പേപ്പറിൽ വരയ്ക്കും, ആർട്ട് ബുക്കിൽ വരയ്ക്കും എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ വീട്ടിൽ മറ്റാരെങ്കിലോ നല്ല പെയിന്റർ ആണ്, അവര് വാളിലൊക്കെ വരയ്ക്കാറുണ്ടെങ്കിൽ അങ്ങനെയും പറയാം. मेरे घर में बच्चे कागज पर चित्र बनाते हैं, कभी कभी दीवारों और मिट्टी की वस्तुओं पर भी होती है. ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാം. കാഗസ്, ദിവാർ, മിട്ടി അങ്ങനെ. गुफाओं के चित्र देखते ही निशा के मुंह से वाव क्यों निकला? ഗുഹയിലുള്ള ചിത്രങ്ങളൊക്കെ കണ്ടപ്പോ നിഷ വാ എന്ന് പറഞ്ഞല്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ആപ്കെ മുസെ കബ് കബ് വാവ് നികൽത്താ ഹെ? നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് വാവ് എന്ന് പറയാറുള്ളത്? ചിത്ര ബഹുത് സുന്ദർ ഓർ സജീവ് ദേ. ചിത്രം ഭയങ്കര ഭംഗിയുള്ളതും അതുപോലെ ജീവനുള്ളത് പോലെ ലൈവ്ലി ആയിട്ടും തോന്നി. ഇസ്ലിയെ വാവ് നികല, അതുകൊണ്ടാണ് നിഷ വാവ് എന്ന് പറഞ്ഞത്. മേരെ മുസ്സെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. വാവ് തബ് നികൽത്താ ഹെ ജബ് മേ കോയി സുന്ദർ ചീസ് ദേഖ്തി ഹൂം. ഞാൻ എന്തെങ്കിലും ഭംഗിയുള്ള ചിത്രങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഭംഗിയുള്ള സാധനങ്ങൾ കാണുമ്പോൾ എന്റെ വായിൽ നിന്നും വാവ് എന്ന ശബ്ദം വരും. ഓക്കെ, नेक्स्ट. पाठ से दिए गए प्रश्नों के उपयुक्त उत्तर के आगे सूरज का चित्र बनाइए. എന്താണ് ക്വസ്റ്റ്യൻ? നിഷ അജന്ത ഓർ എല്ലോര ജാനെ കെ ലിയെ ക്യോ ഉത്സാഹിത് ഥി? അജന്ത ഓർ എല്ലോരയിൽ പോവാൻ നിഷ എന്തുകൊണ്ടായിരുന്നു വളരെയധികം ഉത്സാഹിച്ചിരുന്നത്?
वह पहली बार हवाई യാത്ര करने वाली थी. ആദ്യമായിട്ട് പ്ലെയിനിൽ പോകാൻ എക്സൈറ്റഡ് ആയിരുന്നു. അല്ല, അവർ ട്രെയിനിലാണ് പോയത്. उसने इन गुफाओं के बारे में पुस्तकों में पढ़ा था. പുസ്തകത്തിലൊക്കെ ഈ ഗുഹയെ പറ്റി പഠിച്ചിരുന്നു. उसे മോസി ജി से एक नया खिलौना मिलने वाला था. മോസി അവർക്കൊരു പുതിയ കളിപ്പാട്ടം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അതാണോ? അല്ല. उसने അജന്ത और എല്ലോറ के बारे में मित्रों से सुना था. ഫ്രണ്ട്സ് ഒക്കെ ഈ ഗുഹയെ പറ്റി പറഞ്ഞിരുന്നു. കറക്റ്റ് ആൻസർ എന്താണ്? പുസ്തകത്തില് അതിനെപ്പറ്റി വായിച്ചിരുന്നു. निशा को अजंता और എല്ലോറ देखकर कैसा लगा? നിഷയ്ക്ക് അജന്ത എല്ലോറ ഗുഹ കണ്ടു കഴിഞ്ഞപ്പോ എങ്ങനെയാണ് ഫീൽ ആയത്? ഉസെ നിരാശ ഹുവാ. അവർക്ക് ഭയങ്കര നിരാശ തോന്നി. ശേ, വേണ്ടായിരുന്നു. ഉസെ ആശ്ചര്യ ഹുവാ. ഭയങ്കര അത്ഭുതം തോന്നി. വാവ്. ഉസെ ദുഃഖ് ഹുവാ. ഭയങ്കര ദുഃഖമായി, സാഡായി. വ ഉദാസ് ഹോ ഗയി. അതുപോലെ ഭയങ്കര വിഷമായി. ഇതിലേതാ കറക്റ്റ് ആയിട്ടുള്ളത്? ഉസെ ആശ്ചര്യ ഹുവാ. अजंता की गुहाओं में बने रंग इतने वर्षों बाद भी क्यों फीके नहीं पड़े थे? അതിലുള്ള ഗുഹകളിലുള്ള ചിത്രങ്ങളൊക്കെ ഇത്ര കാലമായിട്ടും ഫെയ്ഡ് ആവാതിരുന്നതിന്റെ റീസൺ എന്തായിരുന്നു? വേ വിശേഷ് പ്രകാരക്ക് കാഗസ് പർ ബനായെ ഗയേ ഥേ. വിശിഷ്ടമായ പേപ്പറിലാണ് ഉണ്ടാക്കിയത്? അല്ല, വാളിലാണ് അല്ലേ? ചിത്രമേ പ്രതിവർഷം ഫിർ സേ നയാ രംഗ് ഭരാ ജാത്താ ഥാ. എല്ലാ വർഷവും വീണ്ടും അതിൽ പെയിന്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. रंग फूलों जैसे प्राकृतिक सामग्रियों से बनाए गए थे. നാച്ചുറൽ ആയിട്ടുള്ള പൂക്കളെയൊക്കെ പോലെയുള്ള വസ്തുക്കളിൽ നിന്നെടുത്ത പെയിന്റ് അല്ലെങ്കിൽ കളറാണ് ആ ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത്. വേ സബി ഗുഹാവും ബോധ് ധണ്ഡേ സ്ഥാൻ പർ സ്ഥിത് ധി. തണുത്ത പ്രദേശത്തായതുകൊണ്ടാണ് ആ ചിത്രം ഫെയ്ഡ് ആവാണ്ടിരുന്നത്? അല്ല. സോ ദ ആൻസർ രംഗ് ഫൂലോं जैसी प्राकृतिक सामग्रियों से बनाए गए थे. यात्रा से लौटने के बाद भी निशा को वे कलाकृतियां बार बार क्यों याद आ रही थी? യാത്രയിൽ നിന്നൊക്കെ തിരിച്ചു വന്നിട്ടും ആ ഒരു ചിത്രങ്ങളെ പറ്റി തന്നെ നിഷ വീണ്ടും വീണ്ടും ആലോചിക്കാനുള്ള കാരണം എന്താണ്? ഉസ്നെ അപ്നി പാഠപുസ്തക് മേ ഉൻകെ ബാരെ മേ പഠാ ഥാ. പുസ്തകത്തിൽ വായിച്ചത് കൊണ്ടാണോ? അല്ല. മോസി ജി നെ വാദാ കിയാ ഥാ കി വോ ഫിർ വഹാൻ ജായേഗാ. മോസി ജി വീണ്ടും കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് കൊണ്ടാണോ? അല്ല. യാത്ര ബഹുത് ലംബി ഥി ഇസ്ലിയെ ഉസേ യാദ് ആ രഹി ഥി. യാത്ര വളരെ ലെങ്തി ആയിരുന്നു, വലിയ ലോങ് ജേർണി ആയതുകൊണ്ടാണോ? അല്ല. ഗുഹാओं की सभी कलाकृतियां बहुत आकर्षक थी. അതൊക്കെ വളരെ സുന്ദരമായ, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ചിത്രങ്ങളായിരുന്നു. അതാണ് ആൻസർ. सोचिए और लिखिए. नीचे दिए गए प्रश्नों के उत्तर अपनी लेखन पुस्तिका में लिखिए. അജന്ത മേ നിഷാനെ ക്യാ ക്യാ ദേഖാ? അജന്തയിലെ നിഷ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത്? ഇത് നിങ്ങളുടെ ടീച്ചേഴ്സ് തരുന്ന ആൻസേഴ്സ് തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഇവിടെ അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് സിമ്പിൾ വേർഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ ലോങ് ആൻസേഴ്സ് നിങ്ങളുടെ ക്ലാസ്സിൽ തന്നത് നിങ്ങൾക്ക് ഓർമ്മിക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ മനസ്സിലാക്കി സ്വന്തമായിട്ട് ആൻസർ എഴുതാൻ ശ്രമിക്കാം. അജന്ത മേ നിഷാനെ ക്യാ ക്യാ ദേഖാ? എന്തൊക്കെയാണ് കണ്ടത്? അജന്ത മേ നിഷാനെ സുന്ദർ ഗുഫാएं, दीवारों पर चित्र, बुद्ध की मूर्तियां और प्राकृतिक दृश्य देखे. ഇനി ഇത്രയും വലിയ സെന്റൻസ് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഇതൊക്കെ ലിസ്റ്റ് ചെയ്തെങ്കിലും എക്സാമിന് വെക്കണം. ഓക്കെ. നെക്സ്റ്റ്, कैलाश मंदिर के बारे में आपको कौन सी बात सबसे अधिक आश्चर्यजनक लगी? എന്തായിരുന്നു കൈലാഷ് മന്ദിറിന്റെ പ്രത്യേകത? കൈലാഷ് മന്ദിർ एक ही चट्टान को, ഒറ്റ റോക്കിനെ കാട്ട് കർ ബനായാ ഗയാ ഹെ. അതിനെ കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യഹ് ബാത് സബ്സെ ആദ്യം ആശ്ചര്യജനക് ലഗി. ഒറ്റ പാറേനെ മുകളിൽ മുതൽ താഴെ വരെ കട്ട് ചെയ്തിട്ടാണ് കൈലാഷ് മന്ദിർ ഉണ്ടാക്കിയിരിക്കുന്നത്. मौसी जी ने छोटी और बड़ी गुहाओं के बारे में क्या बताया? ചെറുതും വലുതുമായ ഗുഹകളെ പറ്റി മോസി ജി എന്തായിരുന്നു പറഞ്ഞത്? മോസി ജി ने बताया कि कुछ गुफाएं बड़ी है और कुछ छोटी. കുറച്ച് ഗുഹകൾ വലുതാണ് और കുറച്ച് ഗുഹകൾ ചെറുതാണ്. ये पहाड़ों को काट कर बनाई गई है. ഇത് മലകളെ കട്ട് ചെയ്തിട്ട് അതിനെ തുരന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
क्या कारण है कि अजंता की गुहाओं का मुंह पूर्व दिशा में बनाया गया है? എന്തുകൊണ്ടാണ് ഈ ഗുഹകളുടെയൊക്കെ ഫേസ് പൂർവ്വ ദിശയിലേക്ക് വെച്ചിരിക്കുന്നത്? गुहाओं का मुंह पूर्व दिशा में इसलिए है ताकि सुबह की सूर्य किरणों अंदर आए. മോർണിംഗില് സൂര്യൻ കിഴക്ക് ഭാഗത്താണ് ഉദിക്കുന്നത് അല്ലെ? എവിടെയാണ്? ഈസ്റ്റിലാണ്. അതുകൊണ്ടാണ് ഗുഹകളുടെ ഒക്കെ ഡയറക്ഷൻ ഈസ്റ്റിലേക്ക് അല്ലെങ്കിൽ പൂർവ്വ ദിശയിലേക്ക് വെച്ചിരിക്കുന്നത്. अजंता और एल्लोरा तक पहुंचने के लिए यातायात के कौन-कौन से साधनों का प्रयोग कर सकते हैं? നമുക്ക് എന്തൊക്കെ വേയിൽ അവിടെ പോകാൻ പറ്റും? अजंता और एल्लोरा पहुंचने के लिए रेलगाड़ी और बस का प्रयोग कर सकते हैं. नेक्स्ट सेक्शन अनुमान एवं कल्पना. ഇത് ഒരു ഇമാജിനറി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചിന്തിച്ച് നിങ്ങളുടേതായിട്ടുള്ള ആൻസർ എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, यदि अजंता की दीवारों के चित्र बोल सकते तो वे हमें क्या कहानियां सुनाते? നമ്മളിപ്പോ ചിത്രങ്ങളൊക്കെ വെറുതെ കണ്ടിരിക്കുകയാണല്ലേ. ആ ചിത്രങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവര് നമ്മളോട് എന്ത് കഥകളൊക്കെ പറയുമായിരുന്നു? എന്തൊക്കെ പറയുമായിരുന്നു? ബുദ്ധന്റെ ചരിത്രമൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പം ആ കാലത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ചിത്രം നിങ്ങളോട് നേരിട്ട് പറഞ്ഞേനെ. അല്ലെങ്കിൽ ഈ ചിത്രങ്ങളെയൊക്കെ ആ ഒരു ആർട്ടിസ്റ്റ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വരച്ചത് എന്ന് പറഞ്ഞേനെ. അങ്ങനെ ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സിനെ പറ്റി പറഞ്ഞേനെ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ എഴുതാം. ഒരു എക്സാമ്പിൾ നോക്കാം. वे हमें बुद्ध के जीवन और पुराने समय के कहानियां सुनाते. ബുദ്ധനെ പറ്റിയും പിന്നെ പഴയ കാലത്തുള്ള ജീവിതത്തെ പറ്റിയും ഒക്കെ കഥകൾ പറഞ്ഞേനെ. नेक्स्ट क्वेश्चन, मान लीजिए कि आप हजारों वर्ष पहले के संसार में चले गए हैं और आपको अजंता की गुहाओं के एक नया चित्र बनाने का अवसर मिला है. आप क्या बनाएंगे और क्यों? ഇതും കംപ്ലീറ്റ്ലി നിങ്ങൾ ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ടൈം ട്രാവൽ ചെയ്തിട്ട് ഒരു 1000 വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് അജന്ത എല്ലോറ ഗുഹയിലാണ്. അവിടെ ചിത്രങ്ങളൊക്കെ ആളുകൾ വരയ്ക്കുന്നേ ഉള്ളൂ. ഇതുപോലെ കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണ് അവിടെ ചിത്രം വരയ്ക്കാൻ. നിങ്ങൾ എന്തൊക്കെ ചിത്രം വരയ്ക്കും? നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന പല കാര്യങ്ങളെ പറ്റിയും വരയ്ക്കാം അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈൽ ഫോണിനെ പറ്റിയോ ബസ്സിനെ പറ്റിയോ എയ്റോപ്ലെയിനിനെ പറ്റിയോ ഒക്കെ ചിത്രങ്ങൾ വരയ്ക്കാം. അത് എന്തുകൊണ്ടാണ് വരയ്ക്കുന്നതെന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അത് ആ കാലത്തുള്ള ആളുകൾക്ക് ഇതൊന്നും എന്താന്ന് അറിയണ്ടാവില്ല. ഇപ്പോഴാണ് അതൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം, മേ പ്രകൃതി കാ സുന്ദർ ചിത്ര बनाती क्योंकि प्रकृति बहुत प्यारी होती है. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള മരങ്ങളെയും അല്ലെങ്കിൽ കാടിനെയും പക്ഷികളെയും ഒക്കെ വരയ്ക്കായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താണോ വരയ്ക്കേണ്ടത് അതിനെപ്പറ്റി എഴുതുക. भाषा की बात, पहाड़ में से कुछ शब्द नीचे दिए गए हैं. इन्हें उनके मिलते जुलते अर्थों के साथ रेखाएं खींचकर मिलाइए. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് വേർഡ്സ് വന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ കുറച്ച് മീനിങ് തന്നിട്ടുണ്ട്. ഓരോ വേർഡിന്റെയും കറക്റ്റ് മീനിങ് മാച്ച് ചെയ്യാം. ഫസ്റ്റ്, ശിലാഖണ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചട്ടാൻ, പത്തർ, ഭയങ്കര റോക്ക്, ബിഗ് റോക്സ് ആണ് ശിലാഖണ്ഡ്. ഗുഫ എല്ലാവർക്കും അറിയാം അല്ലെ, ഗുഹയാണ്. കന്ദ്ര, ഗുഹ. കുണ്ട്, താലാബ്, ചെറിയ വാട്ടർ ബോഡിയാണ് താലാബ്, ജലാശയം അല്ലെങ്കിൽ കുളം, തോട് എന്നൊക്കെ പറയും. ഭിക്ഷു, സന്യാസി, യാചക്, അതിനൊക്കെ ഭിക്ഷു എന്ന് പറയും. निशा और मौसी ने स्टेशन पर ही विश्राम गृह में रात बिताई. विश्राम घर, यहाँ विश्राम गृह दो शब्दों से मिलकर बना है. വിശ്രാം ഘർ എന്നുള്ള വേർഡ് രണ്ട് ശബ്ദങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. വിശ്രാം और गृह. വിശ്രാം का अर्थ है आराम, വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക. गृह का अर्थ है घर, गृह എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം. अंदर विश्राम घर का अर्थ हुआ आराम करने का घर या स्थान, റെസ്റ്റ് എടുക്കാനുള്ള വീട് അല്ലെങ്കിൽ സ്ഥലം എന്നാണ് വിശ്രാം ഗൃഹ എന്ന വേർഡിന്റെ അർത്ഥം.
पाढ़ में से ऐसे ही 2 शब्दों के मेल से बने अन्य शब्दों को खोजकर अपनी अर्थलेखन पुस्तिका में लिखिए. ഇതുപോലെ സിമിലർ ആയിട്ടുള്ള വേർഡ്സ് നിങ്ങളുടെ ബുക്കിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. നിങ്ങൾ സ്വന്തമായി കണ്ടുപിടിക്കണം. റെയിൽഗാഡി ഉണ്ടായിരിക്കുന്നത് റെയിൽ പ്ലസ് ഗാഡി എന്നാണ്. അപ്പൊ റെയിലിലൂടെ സഞ്ചരിക്കുന്ന വണ്ടി, അതാണ് റെയിൽഗാഡി. റെയിൽ കെ പട്ടറി പർ ചലനെ വാലി ഗാഡി. സംഭാജി നഗർ, സംഭാജി നഗർ, സംഭാജി എന്ന് പറഞ്ഞാൽ മഹാരാജാവിന്റെ പേരാണ്. നഗർ എന്ന് പറഞ്ഞാൽ ടൗൺ അല്ലെങ്കിൽ നഗരം. സോ സംഭാജി മഹാരാജ് കി നാം പർ രഖാ ഗയ ഷഹർ. സൂര്യ കിരണേ, സൂര്യ എന്ന് പറഞ്ഞാൽ സൺ ആണ്, കിരണേ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേസ് ആണ്. അപ്പൊ സൂര്യക്ക് രോഷ്നി, സൂര്യന്റെ ലൈറ്റ് റേസ് എന്നാണ് സൂര്യകിരണേ എന്ന് പറയുന്നത്. निशा ने आश्चर्यचकित होकर कहा, 2000 वर्ष पर आज भी इनके रंग ज्यों के त्यों कैसे है? 2000 വർഷം 2000 ഇയേഴ്സ് കഴിഞ്ഞിട്ടും ഇതിന്റെ ചിത്രം അതുപോലെ തന്നെ ഉള്ളത് എന്തുകൊണ്ടാണ്? ജ്യോങ്ക ത്യോങ്ക അർത്ഥ ഹേ കോയി പരിവർത്തൻ ന ഹോന, അതിൽ ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല എന്നതാണ് ജ്യോങ്കെ ത്യോന്റെ അർത്ഥം. इसी प्रकार के कुछ शब्द नीचे दिए गए हैं, इनका प्रयोग करते हुए अपनी लेखन पुस्तिका में वाक्य लिखिए. ज्यों का त्यों, जैसा का तैसा, बिल्कुल वैसा ही, वैसा का वैसा, जैसे थे वैसे ही, वास्तविक रूप में. ഇതിന്റെ ഒക്കെ മീനിങ് സെയിം ആണ്, ഒരു മാറ്റവും വരാതെ. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് വാക്യത്തിൽ പ്രയോഗിച്ച് നോക്കാം. നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് പോസിബിൾ രൂപത്തിലാണ് നമ്മൾ ഇവിടെ വാക്യം പ്രയോഗിക്കാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വേറെ പല സെന്റൻസുകളും എഴുതാം. ഫസ്റ്റ്, ജ്യോं का त्यों, കിതാബ് ജ്യോं के त्यों रखी है, പുസ്തകം അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. जैसे का तैसा, उसने जवाब जैसे का तैसा दिया, എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വന്നത് അതുപോലെ തന്നെ ഉത്തരവും കൊടുത്തിട്ടുണ്ട്. बिल्कुल वैसा ही, यह चित्र बिल्कुल वैसा ही है, ഈ ചിത്രം അതുപോലെ തന്നെ ഉണ്ട്. वैसा का वैसा, कमरा वैसा का वैसा साफ है, റൂം നന്നായിട്ട് അതുപോലെ തന്നെ ക്ലീൻ ആണ്. ജैसे ദേ वैसे ही, എങ്ങനെ ഉണ്ടായിരുന്നോ അങ്ങനെ തന്നെ. ഖിലോനെ ജैसे ദേ वैसे ही पड़े हैं, എങ്ങനെയായിരുന്നു വെച്ചിരുന്നത് അതുപോലെ തന്നെയാണ് കളിപ്പാട്ടങ്ങളൊക്കെ ഇപ്പോഴും ഉള്ളത്. വാസ്തവിക് रूप में, അതിന്റെ ഒറിജിനൽ ഫോമിൽ അങ്ങനെ തന്നെ. സബി മൂർത്തിയോं को वास्तविक रूप में देखने को मिला, എല്ലാ സ്റ്റാച്യൂസിനെയും ഒറിജിനൽ രൂപത്തിൽ തന്നെ കാണാൻ പറ്റി. നെക്സ്റ്റ്, ऐसे सजीव चित्र देखी लगता था अभी बोल पड़ेंगे, इन मूर्तियों की कारीगरी देखने ही बनती थी. रेखांकित अंशों को ध्यान में रखते हुए अब नीचे दिए गए वाक्यांशों से വാക്യ ബനായേ. ജീവനുള്ള ചിത്രം പോലെ ഉണ്ടായിരുന്നു, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇപ്പൊ സംസാരിക്കും എന്ന്. അല്ലെങ്കിൽ ഇൻ മൂർത്തിയോं की कारीगरी देखने ही बनती थी, ഇതിന്റെ ഒരു ചിത്രം വരച്ചിരിക്കുന്നത് നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പൊ കുറച്ച് വരികൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ സിമിലർ ആയിട്ട് ഇവിടെയും കുറച്ച് സെന്റൻസുകൾ തന്നിട്ടുണ്ട്. ഇത് വാക്യത്തിൽ പ്രയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ സെന്റൻസും എടുത്തിട്ട് അതിന്റെ മീനിങ് നോക്കാം, അതുപോലെ അത് വാക്യത്തിൽ പ്രയോഗിക്കാനും ശ്രമിക്കാം. ഫസ്റ്റ്, ദംഗ് രജാന എന്ന് പറഞ്ഞ അമേസ്ഡ് അല്ലെങ്കിൽ അത്ഭുതപ്പെടുക. അപ്പൊ അങ്ങനെ അത് ഒരു വാക്യത്തിൽ പ്രയോഗിച്ച് നോക്കാം. മേ സുന്ദർ ചിത്ര ദേക്കർ ദംഗ് രഹ ഗയി, ഗയാന്നോ ഗയിന്നോ എഴുതാം. ഓക്കെ. രണ്ടാമത്തത്, ऐसा जैसे सपना हो, लाइक अ ड्रीम, वह जगह ऐसे दी जैसे सपना हो. അടുത്തത്, പ്രശംസയ്ക്ക് യോഗ്യ ഹോന, വർത്തി ഓഫ് പ്രൈസ്, നമുക്ക് അതിനെ പ്രശംസിക്കാൻ തോന്നുന്ന രീതിയിലുള്ളതാണ്. യഹ് കാം പ്രശംസയ്ക്ക് യോഗ്യ ഹൈ. ആംഖോ ന ഹട്ടാ പാന, അൺഏബിൾ ടു ടേക്ക് ഐസ് ഓഫ്, അതിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. മേ ചിത്ര സെ ആംഖോ നഹി ഹട്ടാ പായ, അത്ര ഭംഗിയുള്ള ചിത്രമായിരുന്നു, അതുകൊണ്ട് അതിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇവിടെയൊക്കെ സിമ്പിൾ സിമ്പിൾ സെന്റൻസ് തരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ സെന്റൻസ് ബൈ ഹാർട്ട് ഒന്നും പഠിച്ച് അവിടെ പോയി ചെയ്യാതെ അതിന്റെ മീനിങ് മനസ്സിലാക്കുകയാണെങ്കിൽ ചെറിയൊരു വേർഡ് ആഡ് ചെയ്ത് തന്നെ ഇതിനൊരു സെന്റൻസ് ആക്കി മാറ്റാൻ വേണ്ടിയാണ്. അടുത്തത്, ദിൽ കോ ചൂ ജാന,
ടച്ച് ദ ഹാർട്ട്, അതായത് നമുക്ക് ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കുക എന്നൊക്കെ പറയാം. ഉസ്കി ബാത് ദിൽ കോ ചൂ ഗയി, അവരുടെ സംസാരം എന്റെ ഹൃദയത്തിൽ തൊട്ടു. കൽപ്പനാസെ പരേ ഹോന, ബിയോണ്ട് ഇമാജിനേഷൻ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തായിരുന്നു. വ ദൃശ്യ, ആ കണ്ട ഒരു സീൻ, അത് കൽപ്പനാസെ പരേതേ, ബിയോണ്ട് ഇമാജിനേഷൻ ആയിരുന്നു. മൻമോഹന, ചാം, നമ്മുടെ മനസ്സിന് അത്ര ഇഷ്ടപ്പെട്ടു പോകുന്നൊരു ക്യാപ്റ്റിവേറ്റ് ആയിട്ടുള്ള കാര്യം. ഫൂലോനെ മേരാ മൻ മോഹ് ലിയ, അത് നമ്മളെ അത്രയ്ക്ക് അങ്ങോട്ട് അതിനെ ഇഷ്ടപ്പെടുത്തി. ദൃശ്യ ഭൂൽ ന പാന, അൺഏബിൾ ടു ഫോർഗെറ്റ് ദ സീൻ, ആ കണ്ട ഒരു കാഴ്ച മനസ്സിൽ നിന്ന് പോകുന്നില്ല, മറക്കാനേ പറ്റുന്നില്ല. മേ വ ദൃശ്യ ഭൂൽ നഹി പായി. ദൃഷ്ടി ധം ജാന, അപ്പൊ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നോക്കുക, സ്റ്റെയർ ഇൻ വണ്ടർ, അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുക എന്നാണ്. സുന്ദർ झरना देकर, വാട്ടർഫോൾ കണ്ടിട്ട് മേരി ദൃഷ്ടി ദം ഗയി. നീച്ചെ ഏക് വർഗ് പഹേലി ദി ഗയി ഹെ, ഇവിടെ താഴെ ഒരു വേർഡ് പസിൽസ് തന്നിട്ടുണ്ട്. ഇസ് വർഗ് പഹേലി മേ കുച്ച് വിശേഷൻ ശബ്ദ ചിപ്പേ ഹുए हैं, വിശേഷ ശബ്ദം അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ്. शब्दों को खोजिए और उन शब्दों का वाक्यों में प्रयोग कीजिए. കുറച്ച് വേർഡ്സ് കണ്ടുപിടിക്കണം, നിങ്ങൾ സ്വന്തമായി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നമുക്കിവിടെ നോക്കാം. കഠിൻ, സുന്ദർ, അദ്ഭുത്, സജീവ്, വിശാൽ, രംഗ് ബിരംഗ, മനോരം, പ്രസിദ്ധ്, ചോട്ടി, ബഡി, ഇതൊക്കെ വേർഡുകളാണ്. ഇനി ഇത് വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ എങ്ങനെ വരും? അദ്ഭുത്, അജന്ത കി ഗുഹായ് അദ്ഭുത് ഹേ. സുന്ദർ, യഹ് ചിത്ര ബഹുത് സുന്ദർ ഹേ. ഏറ്റവും സിമ്പിൾ ആയിട്ട് സുന്ദരൊക്കെ എഴുതുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി എഴുതുക, യഹ് ചിത്ര ബഹുത് സുന്ദർ ഹേ, അത്രയേ ഉള്ളൂ. കഠിനാണെങ്കിലോ യഹ് കാം ബഹുത് കഠിൻ ഹേ, ഈ ഒരു ജോലി വളരെ കഠിനമാണ് അല്ലെങ്കിൽ ടഫാണ്. സജീവ്, യഹ് ചിത്ര സജീവ് ലഗ്താ ഹേ, ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ജീവനുള്ളത് പോലെ തോന്നും. ഇനി അല്ലെങ്കിൽ സജീവിന് തന്നെ വേറൊന്ന് കൊടുക്കാം, മൂർത്തിയാം സജീവ് ദിഖായി ദേത്തി ഹേ. ഇനി വിശാൽ, യഹ് മന്ദിർ ബഹുത് വിശാൽ ഹേ, ഭയങ്കര വൈഡാണ്, ഭയങ്കര വലിയതാണ്. അപ്പൊ ഈ മന്ദിറോ അല്ലെങ്കിൽ ഹാത്തി ബഹുത് വിശാൽ ഥാ, അങ്ങനെയൊക്കെ എഴുതാം. രംഗ് ബിരംഗ, ബഗീച്ച രംഗ് ബിരംഗെ ഫൂലോൻ സെ ഭരാ ഹേ, ഗാർഡനിൽ നിന്ന് വളരെയധികം കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. മനോരം, പഹാഡോ കാ ദൃശ്യ ബഹുത് മനോരം ഹേ, നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ചോട്ടി, യഹ് ഗുഫ ചോട്ടി ഹേ. ബഡി, യഹ് ഗുഫ ബഡി ഹേ. പ്രസിദ്ധ്, അജന്ത കി ഗുഫായ് ബഹുത് പ്രസിദ്ധ ഹേ, ഭയങ്കര ഫേമസ് ആണ്. ഇനി अपने पाठ में अजंता के चित्रों का सुंदर वर्ण पढ़ा. नीचे अजंता का एक प्रसिद्ध चित्र दिया गया है. इसका वर्णन अपने शब्दों में लेखन पुस्तिका में कीजिए. അപ്പൊ ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് നിങ്ങളോട് എക്സാമിന് ഒരു 5 സെന്റൻസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ്, യഹ് അജന്ത ഗുഫ കാ എക് സുന്ദർ ചിത്ര ഹേ. ആദ്യം നമുക്ക് പറയാം ഇത് അജന്ത ഗുഹയിലുള്ള ഒരു സുന്ദരമായ ചിത്രമാണ്. ഇസ്മേ ഭഗവാൻ ബുദ്ധ കാ ചിത്ര ദിഖായി ദേത്താ ഹേ, അല്ലെങ്കിൽ ഇസ്മേ ഭഗവാൻ ബുദ്ധ കാ ചിത്ര ഹേ, അത്രയെങ്കിലും എഴുതാം. ഉനകെ സിർ പർ മകുഡ് ഹേ, അദ്ദേഹത്തിന്റെ തലയിൽ കിരീടമുണ്ട്. ഓർ ഗലേ മേ ആഭൂഷൺ ഹേ, കഴുത്തിലൊക്കെ ആഭരണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൽ മകുഡ് ഹേ വരെ എഴുതിയാലും മതി, ഒരു സെന്റൻസ് ആയി അല്ലെ. തലയിൽ കിരീടമുണ്ട്. ഉനകെ ചാരോ ഓർ കൈ ലോഗ് ഖഡേ ദിഖായി ദേ രഹേ ഹേ. ഇനി ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുറ്റും കൈ ലോഗ് ഖഡേ ഹേ, അത്രയെങ്കിലും എഴുതണം. ഓക്കെ. चित्र में रंग बहुत सुंदर और आकर्षक है. चित्र में बहुत सुंदर रंग है, അങ്ങനെയെങ്കിലും എഴുതണം. यह चित्र बहुत पुराना और जो कला का उदाहरण है. ഇത് വളരെ പഴയതായിട്ടുള്ളയും ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ചിത്രത്തിന്റെ ഒരു ഉദാഹരണമാണ്. ഇത്
ബൈഹാർട്ട് പഠിക്കാതിരിക്കുക. നമ്മൾ ഒരു വാക്യം എങ്ങനെ പ്രയോഗിക്കാൻ പറ്റും എന്ന് നിങ്ങൾ ശ്രമിക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ട് ये चित्र में बुद्ध है, ये चित्र में रंग है, ये चित्र में बुद्ध के साथ കൈ ദൂസരെ ലോഗ് ഹേ, അല്ലെങ്കിൽ ബുദ്ധന്റെ തലയിൽ മകുഡ് ഹേ, അങ്ങനെ നമുക്ക് അറിയുന്ന സിമ്പിൾ കാര്യങ്ങളെ സെന്റൻസ് ആക്കാൻ സ്വന്തമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് ചിത്രം തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. मानचित्र എന്ന് പറഞ്ഞാൽ മാപ്പ്. आपने पहाड़ में अजंता का वर्णन पढ़ा. नीचे अजंता का एक मानचित्र दिया गया है. ഇവിടെ താഴെ അജന്തയിലത്തെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. इस वर्ण और मानचित्र की सहायता से नीचे दिए गए प्रश्नों के उत्तर खोजिए. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരം ഞാൻ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. നദി കാ ക്യാ നാം ഹേ എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എവിടെയാ നദി ഉള്ളത്? ഇവിടെയാണല്ലേ. അപ്പോ വാഘോര നദി, വാഘോര അല്ലെങ്കിൽ വാഘോര നദി എന്ന് എഴുതാം. ചിത്രത്തിൽ നോക്കി ആൻസർ ചെയ്യുന്നതാണ്. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുൽ കിത്നി ഗുഫായൻ ദിഖായി ഗയി ഹെ. ഇവിടെ എത്ര ഗുഹകളാണ് കാണിച്ചിരിക്കുന്നത്? ഇവിടെ 28 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ 29, പിന്നെയോ 30 ഉണ്ടോ? യെസ്, ഇവിടെ ഒരു 30 നമ്പർ ഉണ്ടല്ലേ. അപ്പൊ 30, മേ ബി 30യെക്കാളും കൂടുതൽ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ലഗ്ഭഗ് 30 ഗുഫായം എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ നോക്കിയിട്ട് ഇവിടെ ഇപ്പൊ 30 വരെ കാണുന്നുള്ളൂ, നിങ്ങൾ അതിൽ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ആൻസർ എഴുതാം. चारों दिशाओं में से कौन सी दिशा का संकेत दिया गया है? ഇവിടെ ഏതോ ഒരു ദിശയുടെ പറ്റിയാണ് തന്നിരിക്കുന്നത്. ഏത് ദിശയാണത്? ഉത്തർ ദിശ. ഉത്തർ ദിശ. आप यहाँ है से क्या ആശയ ഹെ? ആപ് യഹാം ഹെ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ പൊസിഷൻ ഇവിടെയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഏത് ഡയറക്ഷനിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥമാണ് ആപ് കാ വർത്തമാൻ സ്ഥാൻ, നിങ്ങളുടെ പ്രസന്റ് പൊസിഷൻ. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പറയുകയാണെങ്കിൽ മേരാ വർത്തമാൻ സ്ഥാൻ, എന്റെ കറക്റ്റ് ആയിട്ടുള്ള ഞാൻ ഇപ്പോഴെവിടെയാണോ നിൽക്കുന്നത് ആ പ്രസന്റ് പൊസിഷനാണ് ആപ് യഹാം ഹെ എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. കുണ്ട് കാ ക്യാ നാം ഹെ? ഇവിടെ ഒരു കുണ്ട് തന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ പേര്? സത്കുണ്ട്. ആയേ മാപ്പേ, നമുക്ക് അളവെടുക്കാം. നിങ്ങൾ സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ട് മെഷർമെന്റ് എടുക്കാറുണ്ടോ? ലംബായി മാപ്നെ की फीते की सहायता से अपने समूह के साथ मिलकर कक्षा में इन्हें मापिए और लिखिए. അപ്പൊ ക്ലാസ്സിൽ ലെങ്ത് മെഷർ ചെയ്യാനുള്ള ഉപകരണം എടുത്തിട്ട് സ്കെയിലോ അല്ലെങ്കിൽ ടേപ്പോ ഒക്കെ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാം അല്ലെ. ആദ്യം തന്നെ കക്ഷാക്കി ലംബായി, നിങ്ങളുടെ ക്ലാസ്സിൽ മെഷർ ചെയ്തിട്ട് 6 മീറ്റർ അല്ലെങ്കിൽ 8 മീറ്റർ ഒക്കെ ആയിരിക്കും ക്ലാസ് റൂമിന്റെ ലെങ്ത്. അത് കണ്ടുപിടിക്കുക. കക്ഷാക്കി ചോട്ടായി, അതിന്റെ ലംബായി, ചൗടായി എന്ന് പറഞ്ഞാൽ അതിന്റെ വിഡ്ത്ത്, ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കണ്ടുപിടിക്കുക. ദർവാജയ്ക്ക് ചോട്ടായി, ദർവാജയുടെ വിഡ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഖിഡ്കി, വിൻഡോയുടെ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ശ്യാം പട്ട്ക്ക് ലംബായി ചോട്ടായി എന്ന് പറഞ്ഞ ബ്ലാക്ക് ബോർഡിന്റെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഒക്കെ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഇനി ബാക്കി പോർഷൻസ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ക്ലാസ്സിൽ ബുക്കിൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ചിത്രങ്ങളൊക്കെ സ്വന്തമായിട്ട് വരയ്ക്കുക. ഈ ചാപ്റ്റർ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.